1150 റേഞ്ചിൽ കോട്ട സിൽക്ക് ഫാബ്രിക്കിൽ ടോപ്പ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് അതിൽ എംബ്രോയ്ഡറിയും വരുന്ന ഒരു ഡെയിലി വെയർ കളക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒലീവ് യെല്ലോ ഷെയ്ഡിലുള്ള കോട്ട സിൽക്ക് ഫാബ്രിക്കിൽ ടോപ്പിൻ്റെ ബോഡിയിൽ പീച്ച് പിങ്ക് ആൻഡ് ഡാർക്ക് പിങ്ക് കോമ്പിനേഷനുള്ള എംബ്രോയ്ഡറി ബുട്ടീസ് വന്നിട്ട് ദാമനിലേക്ക് ആ ഒരു കോമ്പിനേഷനിൽ ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറിയാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്ത് യോക്കിൽ വേണ്ടവർക്ക് യോക്കിൽ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത്. ആ ഒരു സെയിം യെല്ലോ ഷെയ്ഡിലുള്ള സാറ്റിൻ കോട്ടൺ ബോട്ടം. ദുപ്പട്ട ടോപ്പിൻ്റെ സെയിം ഫാബ്രിക്കിൽ വന്നിട്ട് ആ ദാമനിലെ സെയിം എംബ്രോയ്ഡറി വൺ സൈഡിൽ ബോർഡറും പിന്നെ ബോഡിയിൽ ടോപ്പിൻ്റെ ബോഡിയിലെ സെയിം ബുട്ടീസും വരുന്നു. രണ്ട് സൈഡിൽ സ്കാലപ്പ് ബോർഡർ വന്നിരിക്കുന്നു. ഡെയിലി വെയർ കളക്ഷൻ ആപ്റ്റ് ആയിട്ടുള്ള നല്ല കളേഴ്സും നല്ല കോമ്പിനേഷനും പാറ്റേണും ആണ്. റേറ്റ് വരുന്നത് 1150. അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. സെയിം പാറ്റേൺ തന്നെ വരുന്നു. ബോട്ടം ആൻഡ് ദുപ്പട്ട. റേറ്റ് 1150. അടുത്തത് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡ്. സെയിം പാറ്റേൺ തന്നെ. ടോപ്പിൻ്റെ കളറിനനുസരിച്ച് എംബ്രോയ്ഡറിയുടെ കോമ്പിനേഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. ബോട്ടം ആൻഡ് ദുപ്പട്ട 2.5 മീറ്ററാണ് ടോപ്പും ദുപ്പട്ടയും വരുന്നത്. ബോട്ടം 2.25 2.5 ഇടയിലായിരിക്കും. ഇത് നല്ലൊരു പിസ്ത ഗ്രീൻ്റെ ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള ടോണ്. ബോട്ടം ആൻഡ് ദുപ്പട്ട. അടുത്തത് വന്നിരിക്കുന്നത് ബേബി പീച്ച് ടോണ്. പീച്ചിൻ്റെ ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള പേസ്റ്റൽ ടോണ്. നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡ്സാണ് എല്ലാം വന്നിരിക്കുന്നത്. ദുപ്പട്ട. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡ്. ബോട്ടം ആൻഡ് ദുപ്പട്ട. റേറ്റ് വരുന്നത് 1150.